അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വി ആർ ഇൻ ജോർജിയ. അങ്ങനെ ഇന്ന് ജോർജിയയിൽ ഡേ 1 ആണ്. ഇന്നലെ നൈറ്റ് നമ്മൾ എത്തുമ്പോൾ 3 hours ജേർണി ഉണ്ടായിരുന്നു ഫ്രം കുട്ടേസി ടു ട്ബിലിസി. ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ എല്ലാം നേരമായി, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര പെട്ടെന്ന് എണീക്കാനൊന്നും വിചാരിച്ചല്ല. ദെൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഓൺലി ടിൽ 10:30. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എണീക്കേണ്ടത്. ഇപ്പോൾ 10 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിട്ട് വന്നു. സോ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. ആൻഡ് ഞാൻ പോയി പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ഇന്ന് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് മിണ്ടാനൊന്നും സമയമില്ല. കാരണം നമ്മൾ വെറുതെ മടി പിടിച്ചിട്ട് ബെഡിൽ കുറേ കിടന്നു. സോ ഓൾറെഡി ഇപ്പോൾ 12 ആവാനായി. സോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോ എന്ന് തന്നെ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ പ്ലീസ് കറക്റ്റ് മീ. ഇത് ഓൾഡ് ട്ബിലിസി ടൗണിലാണ് വരുന്നത്. ഇവിടുന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്കതൊരു നല്ലൊരു സ്പോട്ടായിട്ട് തോന്നി. ആൻഡ് ഇവിടുന്ന് ഒരു നോക്കുമ്പോൾ സ്ട്രീറ്റ് നോക്കുമ്പോൾ എനിക്കൊരു ബാംഗ്ലൂർ വൈബാണ് തോന്നുന്നത്. നിങ്ങൾക്കും കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നില്ലേ? നമ്മളിപ്പോൾ പോകുന്നത് അനനൂരി കാസ്റ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇറ്റ്സ് 1 hour ഡ്രൈവ് ഫ്രം അവർ ഹോട്ടൽ. ഈ ഒരു സ്റ്റാച്യു ഞാൻ കുറേ ആളെ സ്റ്റോറിയിൽ കണ്ടായിരുന്നു, ജോർജിയ പോയിട്ടുള്ള സ്റ്റോറിയിൽ. അപ്പോൾ നമ്മൾ നാളെയാണ് സിറ്റി ടൂർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണാം. ഇനിയുണ്ട് ഒരു 50 minutes ഉണ്ടേനു. അപ്പോൾ ഇനിയിപ്പാട് ലഞ്ച് കഴിക്കാനുള്ള നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഇരിക്കും, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സ്മൂത്തായിട്ടാണ് തോന്നിയത്. കാരണം കുറേ ട്രാഫിക് റൂൾസ് ഒന്നുമില്ല. ബട്ട് എല്ലാവരും നല്ല പീസ്ഫുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് നല്ലൊരു പീസ്ഫുൾ ഡ്രൈവ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, അനനൂരി കാസ്റ്റൽ. ഇതൊരു 13th century ഉണ്ടായിരുന്ന ഒരു മോണുമെൻ്റ് ആണ്. ഇറ്റ്സ് എ വെരി ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഒരു ബ്യൂട്ടിഫുൾ മോണുമെൻ്റ് ആണ്. ഇവിടെ കുറേ അറ്റാക്സും പിന്നെ ബാറ്റിൽസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നാണ് അവർ പറയുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ കാസ്റ്റലിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഞാനത് ഫ്രണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണിക്കാം. ഇറ്റ്സ് എ വെരി പ്രിറ്റി കാസ്റ്റൽ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ആ സ്ട്രീറ്റിൽ കുറേ ഷോപ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിന്നാനൊരു സ്നാക്സോ ഫുഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോഫി കോർണർ ഉണ്ടായിരുന്നു, ഒരു കോഫി മാത്രം. ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് കുറേ സോവിനീർസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ സോവിനീർസ് വാങ്ങുന്നുണ്ട്. ഞാൻ കുറേ സോവിനീർസ് നോക്കി. പിന്നെ ലാസ്റ്റ് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും പിന്നെ ഒരു ഇങ്ങനെ ഷോ പീസും വാങ്ങി. ആൻഡ് കുറേ ക്യാപ്സ്, ക്ലോത്ത്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് വെരി എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രൈസൊക്കെ കൂട്ടി തന്നെയാണ് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ആൾക്കാർ ജോർജിയൻസ് പൊലൈറ്റ് ആൻഡ് വെൽക്കമിങ് ആയിട്ടാണ് തോന്നിയത്. ബട്ട് എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ എനിക്ക് ഭയങ്കര റൂഡായിട്ട് തോന്നിന്. കാരണം നമ്മൾ ഫസ്റ്റ് വന്നെന്ന് ഇന്നലെ നമ്മൾ ഒരു കോഫി കോർണറിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഷി വാസ് ഓൾഡ് ബട്ട് ഭയങ്കര ഒരു റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. പക്ഷെ ബാക്കിയുള്ളവർ നല്ല വെൽക്കമിങ് ആണ്, നല്ല പൊലൈറ്റാണ്. ആൻഡ് ഇവിടെ എനിക്ക് തോന്നിയത് കുറേ ആൾ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കുന്ന അത്ര ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആൻഡ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാർ ഐ തിങ്ക് ദേ ആർ ഫ്രം നോർത്ത് അമേരിക്ക. നല്ലൊരു ഇൻട്രാക്റ്റീവ് ആൾക്കാരായിരുന്നു. അവരെല്ലാവരുടെ ഇങ്ങനെ അവരുടെ ലാംഗ്വേജ്, അവരുടെ കൺട്രീനെ പറ്റി ചോദിക്കും. ആൻഡ് ഐ തിങ്ക് ദേ ആർ ട്രാവലേഴ്സ്. അപ്പോൾ നല്ലൊരു ആൾക്കാരായിരുന്നു. ആൻഡ് അവർ തമ്മിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നല്ല ഹീൽസ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അവർ തമ്മിൻ്റെ അടുത്ത് പറഞ്ഞു ഹോൾഡ് ഹർ, ക്യാരി ഹർ ആൻഡ് ഗോ, വൈ ആർ യു ലീവിങ് ഹർ അലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ് ഇൻട്രാക്ടിങ് വിത്ത് ദെം. അപ്പോൾ ഇതാണ് കാസ്റ്റൽ. എനിക്ക് വലിയൊരു വാവായിട്ട് തോന്നിയില്ല, കാരണം ഇറ്റ്സ് എ ഓൾഡ് ബിൽഡിംഗ്. ബട്ട് ദ വ്യൂ ഇസ് ക്രേസി. അവിടുന്ന് ചുറ്റുള്ള വ്യൂ വെരി നൈസ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഇത് തന്നെയാണെന്ന കാസ്റ്റൽ. ബട്ട് എനിക്ക് പിന്നെ മനസ്സിലായി ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഇതുണ്ട്, അതാണ് ആക്ച്വൽ കാസ്റ്റൽ. ഞാനതിപ്പോൾ കാണിക്കാം. സോ ദിസ് ഇസ് അനനൂരി കാസ്റ്റൽ. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള മോണ്യുമെൻറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ മോണ്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് കുറേ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പിന്നെ നേരെ അതിൻ്റെ ബാക്ക് സൈഡുള്ള ഒരു റിവർ വ്യൂ കാണുന്നുണ്ടായിരുന്നു, ലൈക്ക് ബ്ലൂ വാട്ടറൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അത് ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് ഡ്രൈവ് ചെയ്തിട്ട് താഴെ പോലെ കാണുന്നതാണ്. അപ്പോൾ വി വി സോ ടയേർഡ്, ഭയങ്കര ടയേർഡായിരുന്നു. കാരണം പീക്ക് ആഫ്റ്റർനൂൺ ആയിരുന്നു നമ്മൾ അവിടെ എത്തിയത്. അപ്പോൾ അറൗണ്ട് ഒരു 33 ഒക്കെ ഉണ്ടായിരുന്നു ഡിഗ്രി. പക്ഷെ അത്ര നമുക്ക് ചൂടെടുത്തില്ല. ബട്ട് വി വി സോ മച്ച് എക്സോസ്റ്റഡ്. നമുക്ക് കുറേ ഫോട്ടോസ് എല്ലാം ആ വെയിലത്ത് എടുത്തുകൊണ്ട് നല്ലപോലെ ടയേർഡായിരുന്നു. കറി
ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ആ കാസ്റ്റിൻ്റെ താഴെ ഒരു വെള്ളത്തിൻ്റെ ഒരു റിവർ ഉണ്ട്, ഒരു ബ്ലൂ റിവർ, വെരി നൈസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകാൻ ആക്സസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ നമ്മളവിടെ പോകുന്നതിന് മുമ്പ് ഭയങ്കര ടയേർഡുമായി, പിന്നെ കുറേ നേരം സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് വെള്ളവും കുടിച്ചില്ല കുറേ നേരമായി. അപ്പോൾ നമ്മൾ ഒരു വെള്ളത്തിൻ്റെ കുപ്പി വാങ്ങി വെള്ളം കുടിച്ച് കുറച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ഒരു ബർഗർ ഒന്ന് വാങ്ങിച്ചിട്ട്, എന്തൊരു ബർഗറാ? ഇതാണ് സംഭവം. ഓക്കെ, ചിക്കനല്ല, എന്ത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ട്, എന്നാലും നമുക്ക് നല്ല വിഷമമുണ്ട്. ജസ്റ്റ് ഒരു ഒപ്പിക്കാം. നമ്മൾ കാറിലെന്നായി താഴെ പോയി. ഇറ്റ്സ് എ വെരി വെരി ക്രേസി വ്യൂ. എനിക്കിത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാണെന്നറിയാലോ, ബട്ട് ഓൺ അവർ ബേർ സൈറ്റ് ഇറ്റ് വാസ് ടു അമേസിങ്. പൊതുവെ എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, ബട്ട് ഇത് കണ്ടിട്ട് ഐ റിയലൈസ്ഡ് ഐ വാസ് റോങ്. എനിക്ക് ഇത് കാണുമ്പോൾ ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ലൈക്ക് ഹോൾ ജോർജിയ നമ്മളിന്ന് പോയ ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ബ്യൂട്ടിഫുൾ ജോർജിയൻ നേച്ചർ ഇസ്. നമ്മളിപ്പോൾ താഴെ പോയിട്ട് ഒരു പാർക്ക് സെറ്റപ്പ് ആയിരുന്നു, ആൻഡ് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ് സോ എക്സ്പെൻസീവ്. ബോട്ടിങ്ങിന് അവർ പറഞ്ഞത് 250 ലാരിയാണ്. ദാറ്റ് മീൻസ് 350 ദിർഹംസ് ആയിട്ട് വരും. ആൻഡ് അപ്പോൾ നമ്മൾ ബോട്ടിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വാക്കിന് പോയിട്ട് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ കാറിൽ കയറി. ബിക്കോസ് നമുക്കിതിന് കസ്ബേഗി എന്ന് പറയുന്ന സ്പോട്ടിലാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 2 hours കൂടിയുണ്ട്. ഇവിടുത്തെ ഹോർസ് വരെ എനിക്ക് ഭയങ്കര പ്രിറ്റി ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ് ഡൗൺ. അങ്ങനെ നമ്മൾ കാറ് കയറിയിട്ട് അവിടെ ചാർജ് വരുന്നുണ്ട്. പാർക്കിങ്ങിന് 3 ലാരിയാണ് അവർ പറയുന്നത്. സോ പുറത്ത് നമ്മൾ ഈ ദുബായിലുള്ള പോലെ തന്നെ കച്ചാ പാർക്കിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതിൽ പാർക്ക് ചെയ്യുന്നെങ്കിൽ ചാർജ് ഇല്ല, പക്ഷെ അത് ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാർക്കിങ്ങിൽ തന്നെ പാർക്കിംഗ് ചെയ്ത് ബട്ട് 3 ലാരി കൊടുത്തു. ഹവർ കണക്കൊന്നുമല്ല, എത്ര നേരം പാർക്കിംഗ് ചെയ്താലും 3 ലാരി. സോ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എത്തി, സിൻ വാലി റിസർവയർ. അപ്പോൾ ഇത് അനനുറി കാസ്റ്റലിൻ്റെ അടുത്ത് തന്നെയായിട്ട് വരും. അപ്പോൾ ആ ഒരു റിവറിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു 2-3 സ്ഥലത്തായിട്ട് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അനനുറി കാസ്റ്റലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടിബ്ലിസിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ യു ഷുഡ് ഫസ്റ്റ് സ്റ്റോപ്പ് ബൈ സിൻ വാലി റിസർവയർ ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ അനനുറി കാസ്റ്റൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ മറന്നായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ അനനുറി കാസ്റ്റൽ പോയിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വന്നിട്ടാണ് ഇവിടെ പോയത്. ഇവിടെ നമുക്ക് 5 ലാരി കൊടുത്താൽ ഇങ്ങനെ സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആൻഡ് 5 ലാരി അത്ര ഒരു എക്സ്പെൻസീവ് ഒന്നുമല്ല. UAE കാൽക്കുലേറ്റ് ചെയ്താൽ 9 ദിർഹംസ് ആയിട്ട് വരും. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നല്ല രസമുണ്ടായിരുന്നു. പുഷ് ചെയ്ത് തരും ആൻഡ് നമുക്ക് അവിടുന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമ്മിതാ ഇവിടെ കോഫി കുടിക്കാൻ പോയി. അപ്പോൾ എനിക്ക് കോഫി ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ ഞാൻ ജ്യൂസ്, ഇവിടെ നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടും. ഫ്രഷ് മീൻസ് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ അവർ ഓറഞ്ച് അല്ലെങ്കിൽ അനാറൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് തരും. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി. നിങ്ങൾ എന്തായാലും ജോർജിയ വന്നാൽ ഈ ഒരു ഫ്രഷ് ജ്യൂസ് ട്രൈ ചെയ്യണം. ഇറ്റ്സ് വെരി ടേസ്റ്റി. ഒരു ഇതുമില്ല, ജസ്റ്റ് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ഷുഗർ ഒരു അവിടെ ആഡ് ചെയ്യില്ല. ഇത് ഡിഫറെൻറ്റ് പ്രൈസിലാണ് വരുന്നത്. ചെറിയ ഗ്ലാസ് ആയെങ്കിൽ 5 ലാരി, വലിയ ഗ്ലാസ് ആയെങ്കിൽ 10 ലാരി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 4 ഒക്കെ ആയി. നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു ആൻഡ് ചൂടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു വെതറായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് ആ ഒരു വെതറും ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്തു. ആൻഡ് നമ്മൾ പറയുന്നുണ്ടായിരുന്നത് നമ്മളിപ്പോൾ പോകുന്ന പ്ലേസ് 2 hours കൂടിയുണ്ട്. അപ്പോൾ ഞാൻ തമ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ മൗണ്ടൈനിലായിരിക്കുമോ നമ്മൾ പോകുന്നത്. അപ്പോൾ തമ്മി പറഞ്ഞു 2 hours ഉണ്ട്. അപ്പോൾ ഈ കാണുന്നൊന്നുമല്ല, ഇതിന് കാട്ടും കുറേ അപ്പുറമായിരിക്കുമെന്ന്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തിങ് ഈസ് ഇവിടെ സൺ സെറ്റാകുന്നത് 8:30, 9 ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് ആ ഫസ്റ്റ് ഡേ. അപ്പോൾ നമുക്കിന്ന് നോക്കാം എത്ര മണിക്ക് സൺസെറ്റ് ആണെന്ന്. അപ്പോൾ ബീങ് ട്രാവലേഴ്സ് നമുക്കതൊരു നല്ല കാര്യമാണ്. കാരണം സൺസെറ്റ് ലേറ്റ് ആകുന്നതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലം നമുക്ക് 1 day തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. കസ്ബേഗി പോകാൻ ഇവിടുന്ന് 2 hours ഉണ്ടെങ്കിലും ആ പോകുന്നൊരു റൂട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കാരണം ഒട്ടും നിങ്ങൾക്ക് ബോറടിക്കുകയില്ല. ഫുള്ള് മൗണ്ടെയിൻസ്, ടൗൺസ്, വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നേച്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പോകുന്ന വേയിൽ നമുക്ക് കുറേ റാഫ്റ്റിംഗ് സ്പോട്ട്സൊക്കെ കാണാൻ പറ്റീന്. ബട്ട് വി ഡിഡ്ന്റ് ഹാഡ് ടൈം. നമുക്ക് അത്രയും ടൈമില്ലായിരുന്നു. ആൻഡ്
ഇനി സൺസെറ്റിന് പെട്ടെന്നാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതൊരു ഹില്ലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറേ ടേൺസും ഈ ഊട്ടി പോകുന്നൊക്കെ റൂട്ടില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ആയത്. കുറേ കേർവ്സും റൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചും കഴിഞ്ഞിട്ട് അവിടെ എത്താനാകുമ്പോൾ ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയാണ് കണ്ടത്. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ലൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കസ്ബേഗ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറേ ഫോട്ടോസും കണ്ടായിരുന്നു ഗൂഗിളിൽ, ബട്ട് ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ്. ഇതിലെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കണ്ണിൽ കാണുന്ന അത്രയും ബ്യൂട്ടി എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ട്രൂലി ബ്യൂട്ടിഫുൾ. നല്ലൊരു എന്ത് പറയാൻ പോകുന്ന വേര് നമുക്ക് ഷീപ്പ് കാണാൻ കഴിയുന്നത്, ആൻഡ് ഡോങ്കീസ്, ഹോഴ്സസ് എല്ലാം ഇങ്ങനെ കുറേ ആനിമൽസൊക്കെ അതിലും പാസ് ചെയ്തിട്ട്, ആൻഡ് എവറിത്തിങ് ഈസ് ജസ്റ്റ് വാവ്. നിങ്ങൾ എന്തായാലും കസ്ബേഗ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഇഫ് യു ആർ പ്ലാനിങ് ടു വിസിറ്റ് ജോർജിയ, കസ്ബേഗ് ഈസ് എ മസ്റ്റ് വിസിറ്റ്. ആൻഡ് ആ റൂട്ടിൽ പോകുന്ന ആ ഒരു സൈറ്റ് ബ്യൂട്ടി ഈസ് അമേസിങ്. ഹാഫ് വേയിൽ ഒരു നല്ല മയവും വന്നായിരുന്നു. ആൻഡ് ഇത് ഫുള്ളില്ല, കുറച്ചൊരു സ്ഥലത്ത് മാത്രം. ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുള്ളുള്ള വേർഡൊന്നും ഈ ഒരു വ്യൂവിന് മതിയാവില്ല. ഇറ്റ് വാസ് എ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. എനിക്കിത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായി, ഞാൻ ഇത് പറഞ്ഞത് തന്നെ കുറേ പ്രാവശ്യം പറയുന്നു. ബട്ട് ലുക്ക് അറ്റ് ദിസ് എനിക്ക് പറയാൻ നോ വേർഡ്സ്. സോ ഫൈനലി ദിസ് ഈസ് കസ്ബേഗി. അപ്പോൾ കസ്ബേഗിൽ നമ്മൾ ഓൾറെഡി എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ചേർച്ച് ഉണ്ട്, ഇറ്റ്സ് അറ്റ് ദ പീക്ക്. അപ്പോൾ ആ പീക്കിലുള്ള ആ ഒരു ചേർച്ചിലാണ് പോകുന്നത്. അപ്പോൾ ആ ചേർച്ചിൻ്റെ പേരെനിക്ക് മറന്ന്, ഞാൻ എൻഡിൽ പറയാം. ആൻഡ് ഈ ചേർച്ചിൽ പോകുന്ന ആ ഫുൾ വേയിൽ നമുക്ക് കാണുന്ന വ്യൂ ഇതായിരുന്നു. സോ ഫൈനലി വി ക്യാൻ സീ ദ ചേർച്ച് അറ്റ് ദ എൻഡ്. ആ കോർണറിൽ കാണുന്നതാണ് ചേർച്ച്. ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് എ മൂവി. ഒരു മൂവി കാണുന്ന പോലെ ഉണ്ട് ഇവിടുന്ന് ആ ഒരു വ്യൂ കാണാൻ. ദ ഓൺലി വേർഡ് ഐ ക്യാൻ സേ നൗ ഇസ് സുബ്ഹാനല്ലാഹ്. അള്ളാൻ്റെ ആ ഒരു ക്രിയേഷൻ എനിക്ക് സുബ്ഹാനല്ലാഹ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിന് ആ കാണുമ്പോൾ, ആ വ്യൂ കാണുമ്പോൾ. ഇപ്പോഴും മഞ്ഞ് ഫുള്ളായിട്ട് പോയിട്ടില്ല. സ്റ്റിൽ ദർ ഇസ് നോ at the top. It's just see 7:20 ആയതേ ഉള്ളൂ and still the light. അപ്പോൾ താഴെ കാറ് പാർക്കാക്കിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇത്ര നേരം എനിക്ക് ഹീൽസ് ഇട്ട് ആ ഒരു ഇത് ഫീൽ ചെയ്തിട്ടാണ്. ബട്ട് ഇത് നല്ല ഇങ്ങനെ ടോപ്പിലേക്കാണ് ഇങ്ങനെ വാക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും ഒരു ബുദ്ധിമുട്ട് ഫീലായി ഹീൽസ് ഇട്ടിട്ട്. ആൻഡ് വേറൊരു ചെരുപ്പും ഞാൻ എടുത്തിട്ടില്ല സ്പെയർ ആയിട്ട്. 15 ഡിഗ്രി ആയിരുന്നു വെതർ. ആൻഡ് ഐ റിഗ്രറ്റ് ഫോർ നോട്ട് ടേക്കിംഗ് എ ജാക്കറ്റ്. നല്ല ജാക്കറ്റ് വേണം, കാരണം ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 2 ലെയർ ക്ലോത്ത്സ് ആണ് വെയർ ചെയ്തത്. ഒരു ജാക്കറ്റും കൂടി ഞാൻ ഓൾറെഡി വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബട്ട് ദാറ്റ്സ് നോട്ട് എനഫ്. നല്ല കോൾഡ് ഉണ്ടായിരുന്നു. ആൻഡ് ദ വ്യൂ, ദ വെതർ, എവറിത്തിങ് ഈസ് വാവ്. അപ്പോൾ ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്, ഞാൻ 1 ഡേ ഇവിടെ എനിക്ക് സ്റ്റേ ചെയ്യണമായിരുന്നു. നിങ്ങൾ എന്തായാലും കസ്ബേഗി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്ലാൻ 1 ഡേ സ്റ്റേ അറ്റ് കസ്ബേഗി. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആൻഡ് നിങ്ങൾ ഒട്ടും റിഗ്രറ്റ് ചെയ്യില്ല ഇവിടെ സ്റ്റേ ചെയ്താൽ. ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ ബുക്കിംഗ് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടായി, അല്ലെങ്കിൽ ഞാൻ എന്തായാലും 1 ഡേ ഇവിടെ സ്റ്റേ ചെയ്യാമായിരുന്നു. അവിടുത്തെ ജോർജിയൻസ് പറഞ്ഞത് ഇതൊരു ഫേമസ് ചേർച്ചാണെന്നാണ്. അതിന് കുറേ ആൾ ഇവർ ചേർച്ചിൽ പ്രേ ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ കുറേ ആൾ ഉള്ളിൽ പോയിട്ട് പ്രേ ചെയ്യുന്നുണ്ടായിന്. നമ്മൾ ചേർച്ചിൻ്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് പുറത്തിങ്ങനെ കറങ്ങി വന്ന്. ആൻഡ് എത്ര നേരം നിന്നാലും മതിയാവില്ല, അത്ര നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ കുറേ ഫോട്ടോസ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ സൺസെറ്റ് ആയാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. പക്ഷെ നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ അനനൂർ കാസ്റ്റിൽ അവിടെ ഒരു ബർഗർ കഴിച്ചത് മാത്രം, വേറൊന്നും തിന്നിട്ട്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായി. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്തുള്ള ഒരു സിറ്റിയിലുള്ളതായിട്ട് കാണിച്ചു. വേറൊന്നും നോക്കില്ല, നേരെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ വിട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ ആ ഒരു സിറ്റിയിലേക്ക്. സ്റ്റെപ്പാൻസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ടൈം ഇവിടെ 9 മണിയാവാനായി. ആൻഡ് ഇപ്പോഴും നല്ല ലൈറ്റ് ഉണ്ട്. സോ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ആ കാണുന്ന ചേർച്ചിൽ നിന്നാണ് നമ്മളിപ്പോൾ പോയി വന്നത്. ഇറ്റ് ലുക്സ് സോ ഹൈ. ബട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തി. കാണുമ്പോൾ ഭയങ്കര ദൂരമുള്ള പോലെ ഉണ്ട്. ഇറ്റ്സ് ഓൺ ദ ടോപ്പ്. ആൻഡ് നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ധാബ. അപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ 1 ഡേ ആയിട്ടേ ഉള്ളൂ. സ്റ്റിൽ വി ആർ ക്രേവിങ് ഫോർ ഇന്ത്യൻ ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തേടി വന്നപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സിറ്റിയിൽ തന്നെ ഉള്ളതായിട്ട് കാണിച്ചു. സോ വി ആർ ഇൻ സ്റ്റെഫാൻസ് മിൻഡ സിറ്റി.
എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, നമ്മൾ ആ പീക്കിലാണ് പോയിട്ട് വന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയെങ്കിലും നമ്മളിവിടുന്ന് വാങ്ങിയത് ചൈനീസ് ഫുഡാണ്. നൂഡിൽസും ഫ്രൈഡ് റൈസ് വാങ്ങി. ഞാൻ നൂഡിൽസ് എടുത്ത് തമ്മി ഫ്രൈഡ് റൈസ് അയച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൂഡിൽസ്. ഫ്രൈഡ് റൈസ് ഇറ്റ് വാസ് ഓക്കെ, ബട്ട് തമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ചായ 5 ലാരിയാണ് കൊടുത്തത്. ഈ ചായ എങ്ങനെയുണ്ട് അതേപോലെ ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. ഇത്ര പൊടി ടേസ്റ്റ് ഇല്ല. ഐ തിങ്ക് അതൊരു ജോർജിയൻ ടീ ആണെന്ന് തോന്നുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ചായ നമ്മൾ നോർമൽ ഇന്ത്യൻ ചായ ആയിരിക്കും. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ അടുത്തുള്ള ഓപ്പോസിറ്റ് ആയിട്ട് സ്പാർ നമുക്കുണ്ട്. അപ്പോൾ ഇനി ഒരു 3 hours ഡ്രൈവ് ഉണ്ട് നമ്മൾ ഹോട്ടലിൽ റൂമിലേക്ക്. അപ്പോൾ എന്തെങ്കിലും സ്പാറിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ 3 hours ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അതുകൊണ്ട് എന്തെങ്കിലും സ്പാർ വാങ്ങിച്ചു തരാം. അപ്പോൾ ജോർജിയൻ്റെ സ്പാർ എങ്ങനെയുണ്ടെന്ന് കാണാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Oh, sorry. Huh? അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ എത്തുമ്പോൾ നല്ല ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ നാളെ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. ഇൻഷാല്ലാ അതുവരേക്കും ബൈ.